നമസ്കാരം സുഹൃത്തുക്കളെ, ഫാഷൻ സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹൈദരാബാദിലെ ഏറ്റവും പ്രശസ്തമായ സലാർജംഗ് മ്യൂസിയത്തിൻ്റെ അടുത്താണ്. അപ്പോൾ നമുക്ക് ഈ മ്യൂസിയത്തിൻ്റെ അകത്തുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം. നമസ്കാരം, പാഷൻ വ്ലോഗറിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഹൈദരാബാദിലെ അതിപ്രശസ്തമായ സലാർജംഗ് മ്യൂസിയത്തിന് മുന്നിലാണുള്ളത്. ഇന്ത്യൻ സംസ്ഥാനമായ തെലങ്കാനയിലെ ഹൈദരാബാദ് നഗരത്തിൽ മുസി നദിയുടെ തെക്കേക്കരയിലുള്ള ദാറുൽ ഷിഫയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മ്യൂസിയമാണ് സലാർജംഗ് മ്യൂസിയം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 3 ദേശീയ മ്യൂസിയങ്ങളിൽ ഒന്നാണിത്. യഥാർത്ഥത്തിൽ സലാർജംഗ് കുടുംബത്തിന്റെ ഒരു സ്വകാര്യ കലാസമാഹാരമായിരുന്നു മ്യൂസിയത്തിലുള്ള എല്ലാ സൃഷ്ടികളും. സലാർജംഗ് മൂന്നാമന്റെ മരണശേഷം ഇത് രാജ്യത്തിന് നൽകി. 1951 ഡിസംബർ 16 ഇത് ഉദ്ഘാടനം ചെയ്തത്. ജപ്പാൻ, ചൈന, ബർമ, നേപ്പാൾ, ഇന്ത്യ, പേർഷ്യ, ഈജിപ്ത്, യൂറോപ്പ്, അതുപോലെ വടക്കേ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള ശില്പങ്ങൾ, പെയിന്റിങ്ങുകൾ, കൊത്തുപണികൾ, തുണിത്തരങ്ങൾ, കയ്യെഴുത്ത് പ്രതികൾ, അതുപോലെ സെറാമിക്സ്, മെറ്റാലിക് ആർട്ടിഫാക്റ്റുകൾ, പരവതാനികൾ, ഘടികാരങ്ങൾ, ഫർണിച്ചറുകൾ എന്നിവയുടെ ശേഖരം ഇവിടെയുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയങ്ങളിൽ ഒന്നാണിത്. പരസ്പരം ബന്ധിച്ച 3 കെട്ടിടങ്ങളായി 2 നിലകളിൽ 38 ആർട്ട് ഗ്യാലറികളിലാണ് ഇവ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഈസ്റ്റേൺ ബ്ലോക്ക് അഥവാ മിർ ലേക്ക് അലി ഖാൻ ഭവൻ, വെസ്റ്റേൺ ബ്ലോക്ക് അഥവാ മിർ തുറാബ് അലി ഖാൻ ഭവൻ, ഇന്ത്യൻ ബ്ലോക്ക് എന്നിങ്ങനെയാണ് പേര് നൽകിയിരിക്കുന്നത്. ഗ്യാലറികളിൽ ഭൂരിഭാഗവും മ്യൂസിയത്തിന്റെ ഇന്ത്യൻ സെൻട്രൽ ബ്ലോക്കിലാണുള്ളത്. മ്യൂസിയത്തിന്റെ വെസ്റ്റേൺ ബ്ലോക്കിൽ 7 ഗ്യാലറികളും ഈസ്റ്റേൺ ബ്ലോക്കിൽ 4 ഗ്യാലറികളുമുണ്ട്. അപ്പോൾ ഈ ഒരു സലാർജംഗ് മ്യൂസിയം നമ്മൾ മൊത്തത്തിൽ കണ്ടു തീരണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അത് മൊത്തത്തിൽ നമുക്ക് ഒരൊറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാനിതൊരു 4 പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണിത്. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ ഇതിൻ്റെ പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു സലാർജംഗ് മ്യൂസിയത്തിൻ്റെ കാഴ്ചകളിലൂടെ ഒന്ന് നടന്നുപോയി നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ബട്ടൺ, ഷെയർ ബട്ടൺ